ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്ത ടേസ്റ്റിലുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതുപോലെ നമ്മൾ മീനിൻ്റെ മസാല തയ്യാറാക്കുകയാണെങ്കിൽ മീനിൻ്റെ മുകളിൽ കുറേ മസാല കോട്ടഡായിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷുള്ള അടിപൊളി ടേസ്റ്റുള്ള മീൻ വറുത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രുചിയാണ് ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. പിന്നെ മീൻ ഫ്രൈ ആക്കുമ്പം കുറേ പേർക്ക് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് മീനിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണ് വലിയ ജീരകവും. അപ്പോൾ കുരുമുളകും വലിയ ജീരകമൊക്കെ കൂടുതലൊന്നും ആവേണ്ട, കുറച്ച് മാത്രം മതി. അത് നമുക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ല കളറിനായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒട്ടും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ മീൻ മസാല തേക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പം അതെന്തായാലും ചേർത്ത് കൊടുക്കുക. പലരും മല്ലിപ്പൊടി ചേർക്കാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വെള്ളം കൂടുതലാവരുത്, നല്ല സ്മൂത്തായിട്ട് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണത്. അപ്പോൾ ഇതാ നമ്മുടെ മീനിൻ്റെ മസാല കേട്ടോ. ഈ ഒരു മസാലയിൽ നമ്മൾ വിനാഗിരി ചേർത്തുകൊണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. പിന്നെ ചിലർ ഈ ഒരു മസാല ബ്ലെൻഡറിന് പകരം നമ്മൾ അമ്മിയിലൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടുള്ള മസാലയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിൻ്റെ കായം. നമ്മളിവിടെ മീൻ കായം എന്നാട്ടോ പറയുക. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് കുറയും. ഫ്രഷ് ആയിട്ടുള്ള മസാല വെച്ചിട്ട് മീൻ മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ വരിക കേട്ടോ. പിന്നെ ഞാനൊരു 10 അയല എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരിഞ്ഞെടുത്ത ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഈ ഒരു മസാല നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 10 അയലയിലോട്ട് നമ്മൾ കുറച്ചധികം മസാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് മീനിൽ അത്യാവശ്യം മസാല കോട്ടഡായിട്ട് കിട്ടണം. അതുപോലെ നമ്മൾ മീൻ ഇതുപോലെ മസാല തേക്കുന്ന സമയത്ത് ഓരോ മീനും എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വരിഞ്ഞെടുത്തല്ലോ, അതിൻ്റെ അകത്തൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അല്ലാണ്ട് നമ്മൾ പുറമേ മാത്രം മസാല പിടിപ്പിച്ചിട്ട് കാര്യമില്ല. അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിച്ചാൽ മീൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്കിത് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. ചിലർ മസാല തേച്ചിട്ട് കുറേ നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കും, അപ്പോഴേ മസാല പിടിക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇതുപോലെ മസാല തയ്യാറാക്കിയിട്ട് മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ വരിഞ്ഞ മീനൊക്കെ ആണെങ്കിൽ അകത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അല്ലാത്ത മീനാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ഓരോ മീനും എടുത്തിട്ട് വലിയ വലിയ മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇനി അപ്പം തന്നെ ഞാൻ ഫ്രൈ ആക്കാൻ പോവാം കേട്ടോ. അതിനായിട്ട് വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വെളിച്ചെണ്ണ കേട്ടോ ചേർക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചിട്ട് മീൻ ഫ്രൈ ആക്കുമ്പം അതൊരു പ്രത്യേക ഒരു മണവും രുചി തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കറിവേപ്പിലിൻ്റെ മുകളിൽ വേണം നമ്മൾ മീൻ ഇങ്ങനെ മസാലയോട് കൂടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മീൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് മസാല കുറച്ചെടുത്തിട്ട് മീനിൻ്റെ ഒരു വശത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആ വശം വേണം നമ്മൾ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുകൾ വശത്ത് നമുക്ക് പിന്നെ ലാസ്റ്റ് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഭാഗം ഒന്ന് മസാല നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ആ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മസാല എടുത്തിട്ട് മീനിൻ്റെ മുകളിലും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക, അറിയാത്തവർക്കാണ് പറയുന്നത് കേട്ടോ. അതായത് മീൻ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമ്മൾ മീൻ ഫ്രൈ ആക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മീൻ നമ്മൾ ഫ്രൈ ആക്കുന്ന ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം. ഹൈ ഫ്ലെയിമിലും ചെയ്യരുത്, ചെറിയ തീയിലും വെച്ചിട്ട് മീൻ ഫ്രൈ ആക്കരുത്. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മീൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. എന്നാലും നല്ല കറക്റ്റായിട്ട് മീൻ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് മസാല ബാക്കിയുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ മസാല പേസ്റ്റ് ആക്കിയിട്ടുള്ള ആ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് ലൂസാക്കരുത്. ഈ ഒരു പരുവാണ് വേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ അതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മീൻ നമ്മൾ ഇട്ട് കൊടുത്ത പാടന്നെ ചിലരുണ്ടാവും തിരിച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. ഒരു വശം ഒന്ന് കുക്കായ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ മീനിൻ്റെ തൊലിയൊക്കെ ആ പാനിൽ പറ്റി പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മീൻ ഒരു വശം നന്നായിട്ട് കുക്കായ ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ആ ഒരു തിരിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ലോണം മസാല കോട്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതും തിരിച്ചിട്ട് കൊടുത്തു. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് മസാല കുക്കാവും വേണം, എന്നാലോ വല്ലാണ്ട് മീൻ ഡ്രൈ ആവാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മസാല വേണ്ടത്. മീനിൻ്റെ മുകളിൽ മാത്രം കോട്ടിംഗ് ആയിട്ട് വേണം. നമ്മൾ ആദ്യം തന്നെ നല്ലോണം മസാല വെച്ച് ചെയ്യുമ്പോൾ മീൻ ഭയങ്കര ക്രിസ്പായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ മീൻ തിരിച്ചിട്ട് കൊടുത്ത ശേഷം വേണം ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൈഡിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പാൻ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴും മസാല നന്നായിട്ട് മീനിൽ എല്ലായിടത്തും ഒരേപോലെ എത്തും. പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മീനിൻ്റെ ഒരു വശം നന്നായിട്ട് കുക്കായിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കാവൂ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, എത്ര വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് നേരമൊന്നും മീൻ ഡ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ മീൻ നല്ലോണം മസാല കോട്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം മസാലയോട് കൂടിയിട്ടുള്ള മീനാണ്. നല്ല ടേസ്റ്റായിട്ടോ അങ്ങനെ കഴിക്കാൻ, മസാലയോട് കൂടിയിട്ടുള്ള മീൻ. എന്നാൽ നമ്മൾ മീൻ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. എന്നാൽ നല്ലോണം മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ആ ഒരു ടെക്സ്ചറിലായിരിക്കും ഈ ഒരു മീൻ കിട്ടുക കേട്ടോ. പ്രത്യേകിച്ച് അയലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ മീൻ തയ്യാറാക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ കുറഞ്ഞ വെളിച്ചെണ്ണയിലൊന്നും ചെയ്യാനും പറ്റില്ല. കുറച്ച് വെളിച്ചെണ്ണ വേണം. എന്നാൽ ഒരുപാട് വെളിച്ചെണ്ണ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൽ പോവുകയും ചെയ്യും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ കാരണം, എനിക്ക് അറിയുന്ന കുറച്ച് പേര്, അതുപോലെ കുറേ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മീൻ ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ മസാലയോട് കൂട്ടി കിട്ടാനും അതുപോലെ നല്ല ടേസ്റ്റിൽ കിട്ടാനും പിന്നെ മീൻ ഉടഞ്ഞു പോവാണ്ട് കിട്ടാനൊക്കെ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ വേറൊരു കാര്യം കൂടി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ. അതും അതിൽ വലിയൊരു ഘടകം തന്നെയാണ്. ഫ്രഷ് ആയിട്ടുള്ള മീൻ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റൊക്കെ വരിക. അതുപോലെ ഫ്രഷ് അല്ലാത്ത മീനാണെങ്കിലും മീൻ ഉടഞ്ഞു പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ഫാമിലി തന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയ തീയിൽ വെച്ചിട്ട് മീൻ ഫ്രൈ ആക്കാനൊക്കെ വെക്കുന്നത്, മീൻ ചിക്കനൊക്കെ. അങ്ങനെ വരുമ്പോൾ മീനിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുപോലെ മീൻ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എണ്ണയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം മീൻ ഫ്രൈ ആക്കാൻ വെക്കാൻ. അതുപോലെ ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ടൊന്നും മീൻ അവിടെ വെക്കരുത്. അപ്പോൾ മീനിൻ്റെ ടേസ്റ്റൊക്കെ പോവും, ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫിഷ് ഫ്രൈ ഒരുപാട് പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ കണ്ടെടുത്തോളം കുറേ പേര് മല്ലിപ്പൊടി ചേർക്കാറില്ല മീൻ ഫ്രൈ ആക്കുമ്പം. അതുപോലെ ചിലരൊന്നും വിനാഗിരിയും ചേർക്കാറുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മീനൊന്ന് ഫ്രൈ ആക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ മസാല ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ കണ്ടോ, നല്ലോണം മസാല കോട്ടറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈ ആണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.